കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ തന്നിരിക്കുന്നതിനായി നമുക്ക് ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയോട് അടുത്തു വന്ന് ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിന് സ്തുതി കരയേറ്റുവാൻ, നന്ദി പറയുവാൻ എല്ലാമായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. യഹോവയെ സ്തുതിപ്പിന്, അവൻ്റെ തിരുനാമത്തെ വാഴ്ത്തുപിന്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സകല ചരാചരങ്ങളും അവനെ വാഴ്ത്തുവൻ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാർ, സൂര്യചന്ദ്രന്മാർ, സമുദ്രങ്ങളും തിരമാലകളും സകലതും യഹോവയെ വാഴ്ത്തുവിനെന്ന് സങ്കീർത്തനത്തിൽ പറയുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം എത്രയധികം ദൈവത്തെ വാഴ്ത്തേണ്ടതാകുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് ദാവീദ് പറയുന്നത് പോലെ നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ പറയാം. കർത്താവേ, ഏത് വീഴ്ചയിലും താഴ്ചയിലും, ഏത് ഉയർച്ചയിലും, ഏത് സന്തോഷത്തിലും സങ്കടത്തിലും ഞങ്ങൾ യഹോവയെ വാഴ്ത്തും. നമുക്കതിനായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നു. കഴിഞ്ഞ അനേക ദിവസങ്ങളായി ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വന്ന് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുവാനും അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ അറിയുവാനും കർത്താവെ ഞങ്ങളുടെ വിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ കർത്താവിൻ്റെ കരം ചലിക്കുവാനുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുമ്പോൾ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ ഹിതത്തിൽ ഞങ്ങൾ നടക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവഹിതത്തിനനുസരിച്ച് രൂപാന്തരം വരുത്തുവാൻ, മാനസാന്തര അനുഭവത്തിൽ കർത്താവെ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ, പുതിയ ഹൃദയവും പുതിയ ആത്മാവും പ്രാപിക്കുവാനും ഒക്കെ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് സകലവും കഴിഞ്ഞു പോയി, ഇതാ ഞാൻ സകലതും പുതുതാക്കി തീർക്കുന്നു എന്നള്ളി ചെയ്തിരിക്കുന്ന കർത്താവ് ദൈവമേ, ഞങ്ങൾ ക്രിസ്തുവേശുവിലാകുമ്പോൾ ഞങ്ങളുടെ ആത്മാവിൽ സംഭവിക്കുന്ന പുതുക്കം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ദേഹം, ദേഹി, ആത്മാവിൽ പുതുബലം ധരിക്കുവാൻ ഇന്ന് പകൽക്കാലവും ഞങ്ങളെ സഹായിക്കണമേ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഞങ്ങളുടെ യൗവന കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവിടെ നിന്ന് ഞങ്ങളുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന വചനത്താൽ കർത്താവേ, ഞങ്ങൾക്ക് ദൈവമേ പ്രായമാകുമ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥകൾ ക്ഷീണിച്ചുവെന്ന് പറഞ്ഞ് ഞങ്ങൾ പരാതി പറയുവാനല്ല, ആത്മാവിൽ കർത്താവേ ഞങ്ങൾക്കൊരു പുതുബലം പ്രാപിക്കുവാൻ അപ്പച്ച അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവമേ, ശാരീരികമായി കാണുന്ന അസ്വസ്ഥതകളെ അതുപോലെ പറഞ്ഞ് ദൈവമേ ഞങ്ങളൊരു വാർദ്ധക്യത്തിലേക്ക്, ക്ഷീണാവസ്ഥയിലേക്കും കടന്നു പോകാനല്ല ദൈവമേ, ഞങ്ങൾക്ക് കാലുകൾക്ക് ബലം ക്ഷയിക്കുമ്പോഴും മാൻപേട തുല്യമായ കാലുകളെ ഞങ്ങൾക്ക് നൽകുമെന്ന് പറയുവാൻ, കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾ ക്ഷീണിക്കുന്നുവെന്ന് തോന്നുമ്പോഴും മോശയുടെ കണ്ണ് മങ്ങാതിരുന്നത് പോലെ ഞങ്ങളുടെ കാഴ്ചയും മങ്ങുകയില്ല എന്ന് വിളിച്ചു പറയുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കാലബ് പറഞ്ഞു, എനിക്ക് 40 വർഷങ്ങൾക്ക് മുമ്പേയുള്ള ആരോഗ്യം ഇന്നുമുണ്ട് എന്ന് കാലബ് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾക്ക് ദൈവമേ ആരോഗ്യത്തിൽ ക്ഷയിച്ചു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ദൈവമേ വർദ്ധിച്ചു വരുവാൻ, ദൈവമേ അധരങ്ങൾ കൊണ്ട് കർത്താവെ ആ നന്മയെ, ശക്തിയെ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇന്ന് പകൽക്കാലവും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങൾ കണ്ട് ദൈവമേ പരാതി പറയുന്നവരെ പോലെ അല്ല കർത്താവെ, ഒരു പുതിയ പാട്ട് പാടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപിതാവേ, നീ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഏതവസ്ഥയിൽ കടന്നു പോകുന്നു അങ്ങ് ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം കർത്താവെ, ആ പ്രിയപ്പെട്ടവരോട് കൂടെ എല്ലാം അവിടെ നിന്ന് ദൈവമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ എൻ്റെ വലംകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവെ അവരെ അവിടെ നന്മകൾക്ക്, അവർക്ക് ആവശ്യമായിരിക്കുന്ന നന്മ കൊണ്ട് അവരെ തൃപ്തി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ വായിച്ചതും പഠിച്ചതും കേട്ടതും അറിഞ്ഞതുമായിരിക്കുന്ന എല്ലാം എക്സാം ഹാളിൽ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ അവിടെ നിന്ന് സഹായിക്കും. നല്ല ജയത്തെ അവിടെ നിന്ന് കൊടുക്കും. പ്രത്യേകിച്ച് കർത്താവെ, കഴിഞ്ഞ നാളുകൾ പോലെ ദൈവമേ ഒരു ഓൾ പാസ് എന്നൊരു അവസ്ഥയല്ല, എഴുതിയതിനനുസരിച്ച് മാത്രം ജയം എന്ന് വരുമ്പോൾ കർത്താവെ അനേക കുഞ്ഞുങ്ങൾ പിന്തള്ളി പോകുവാൻ ഇടവരാതെ എല്ലാ കുഞ്ഞുങ്ങളിലും ജ്ഞാനവും ബുദ്ധിയും കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ കുടുംബങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അപ്പ. ഇന്ന് പകൽക്കാലവും സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവെ ഒത്തിരി ഭാരത്തോടെ, വിഷമത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരുതൽ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ഭിന്നതകൾ വന്ന് കർത്താവെ ഒരു സെപ്പറേഷനിലേക്കൊക്കെ പോയിരിക്കുന്ന കുടുംബങ്ങളെ അവിടെ നിന്ന് ദൈവഹിത പ്രകാരം കൂട്ടിച്ചേർക്കണമേ. പിശാച് ദൈവമേ പൊളിച്ചതിനെ ദൈവം അവിടെ നിന്ന് പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാപത്തിൻ്റെ ബന്ധനങ്ങൾ ഇവരെ
അവരിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, എല്ലാ നുഖങ്ങൾ, പിശാചിൻ്റെ നുഖങ്ങൾ കർത്താവെ, മറ്റുള്ളവരുടെ ആഭിചാര ക്രിയകൾ മുഖേന ദൈവമേ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് ശരീരത്തിൽ ആരോഗ്യമില്ലാതെ മനസ്സിന് സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവെ അവിടുത്തെ സാന്നിധ്യം ചലിച്ച് ദൈവമേ അവിടുന്ന് ആ കുടുംബങ്ങളെല്ലാം ദൈവമേ പുതിയതാക്കി തീർക്കണമേ. പുതുബന്ധത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവസ്ഥകൾ മാറട്ടപ്പച്ച. ദൈവമേ, പനിയുടെ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. ലങ്സിൽ വന്നിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ മാറട്ടെ. ദൈവമേ, നട്ടലിൽ വന്നിരിക്കുന്ന ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. നടക്കുവാനുള്ള പ്രയാസങ്ങൾ മാറട്ടെ. ഡയാലിസിസുകൾ ചെയ്യുന്ന പേഷ്യൻസിന് കർത്താവെ, അവർ ശാരീരികമായും മാനസികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ വിട്ടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ കൃപ എല്ലാ മേഖലകളിൽ ഇറങ്ങി വരുന്നതിനായി നന്ദി. പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളെ മുൻപടയായി പിൻപടയായി ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സാന്നിധ്യം കൂടെ നിന്ന് അവിടെ നിന്ന് സംരക്ഷിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരിക്കൽ യെരുശലേം ദേവാലയത്തിൽ ഉത്സവത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ അവിടെ ആ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിനമായ മഹാദിനത്തിൽ അവൻ യെരുശലേം ദേവാലയത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും എന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുന്നു. അന്ന് അവിടെ ഒരു പ്രതിഷ്ഠോത്സവമായി വെള്ളം ധാരയായി കോരിയൊഴിക്കുന്ന ഒരു ഉത്സവം നടക്കുന്ന സമയത്താണ് കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിനെ ദൈവം വഴി നടത്തുമ്പോൾ അവർക്ക് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്ത 40 വർഷക്കാലം അവരുടെ ദാഹം തീർത്ത് കർത്താവ് കൊണ്ട് നടന്നതിൻ്റെ ഓർമ്മയ്ക്കായി ആ ഉത്സവം ആചരിക്കുമ്പോൾ ഹല്ലേലൂയ, ജനമെല്ലാം യെരുശലേമിൽ കൂടുമ്പോൾ കർത്താവ് പറയുന്നു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ ഉറവകൾ പുറപ്പെടും. ഈ ഭൗമികമായിരിക്കുന്ന ഒരു ഉറവയിൽ നിന്ന് വരുന്ന ഒരു പാത്രത്തിൽ കോരിയെടുക്കുന്ന വെള്ളം അത് ഒഴിച്ചു കളഞ്ഞാൽ അത് തീർന്നു പോകും. പക്ഷേ കർത്താവ് ഇവിടെ പറയുന്നു, കർത്താവായിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും. ഹല്ലേലൂയ എന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് സകലരെയും അവിടെ നിന്ന് സൗഖ്യമാക്കി. കർത്താവ് സകലരെയും ആശ്വസിപ്പിച്ചു. അവരുടെ തകർന്ന മനസ്സിൻ്റെ അവസ്ഥകളെ അവിടെ നിന്ന് മുറിവ് കെട്ടി അവരുടെ ബാധകളെ ഒഴിച്ചു. സമാധാനത്തോടുകൂടി ഭയത്തെ മാറ്റി എല്ലാവരെയും കർത്താവ് മടക്കി അയക്കുന്നത് നമുക്ക് സുവിശേഷത്തിൽ എല്ലാ സ്ഥലത്തും കാണുവാനായി കഴിയും. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയോട് അടുത്ത് വന്നിരിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏത് ഭയമാണോ ഭാരമാണോ ടെൻഷനാണോ എല്ലാം മാറ്റി കർത്താവ് ഒരാശ്വാസം നൽകട്ടെ. അങ്ങനെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവരിൽ നിന്ന് ഒരു ജീവൻ വ്യാപരിക്കുവാനായി ഇടവരും. കാരണം നമ്മുടെ വാക്കുകൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ നമ്മുടെ സംസാരം മാറുകയാണ്, നമ്മുടെ ചിന്താഗതികൾ മാറുകയാണ്, നമ്മുടെ പ്രവൃത്തികൾ മാറുകയാണ്, നമ്മുടെ ബന്ധങ്ങളിൽ വ്യത്യാസം വരികയാണ്. എല്ലാ സ്ഥലത്തും ഒരു പുതുക്കത്തിൻ്റെ അവസ്ഥ, ഒരു ജീവനുള്ള അവസ്ഥ, ഒരു ഊഷ്മളമായിരിക്കുന്ന ഒരവസ്ഥ വരുവാൻ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മിൽ ക്രിയ ചെയ്യുവാനായി കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ. നമുക്ക് ദാഹിക്കുകയാണെങ്കിൽ മറ്റു ലോകത്തിലെ മറ്റൊന്നിൻ്റെ അടുക്കലേക്കുമല്ല, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി കർത്താവിൻ്റെ വചനത്തെ പാനം ചെയ്താൽ നമ്മുടെ ജീവിതം അവസ്ഥകൾ സാഹചര്യങ്ങൾ മാറിയില്ല എങ്കിലും നമ്മുടെ മനസ്സ് പുതുക്കം പ്രാപിച്ച ജീവനുള്ള ഒരവസ്ഥയിലേക്ക് വരിക തന്നെ ചെയ്യും. ആ ചൈതന്യം ഇന്ന് പകൽക്കാലവും വചനത്തിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങൾ, നിങ്ങളുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കുമാറാകട്ടെ. അതിനായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.